നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മഹാശനി മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കുംഭം രാശിയിലാണ് ശനി നിൽക്കുന്നത്. അത് മാർച്ച് 28 വരെയാണ്. കുംഭൻ രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് മാർച്ച് 28 കടക്കുകയാണ്. ഒരു രാശിയിൽ ഏറെക്കാലം നിൽക്കുന്ന ഒരു ഗ്രഹം ശനിയാണ്. 2.5 വർഷക്കാലമാണ് ഏകദേശം ശനി ഒരു രാശിയിൽ നിൽക്കുക. ശനി സ്വക്ഷേത്രമായിട്ടുള്ള കുംഭം രാശിയിൽ നിന്ന് വിട പറയുമ്പോൾ അത് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കൂറുകാർക്കും നേട്ടങ്ങളാണോ ഗുണമാണോ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ശനി സ്വന്തം രാശിയിൽ നിന്ന് സ്വാത്വിക ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിന്റെ രാശിയിലേക്കാണ് മാറുന്നത്. നല്ലത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ രാശിക്കൂറുകാരുടെയും അവരുടെ ഗുണദോഷങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഓരോ രാശിക്കൂറുകാരും അറിഞ്ഞിരിക്കേണ്ട ശനിമാറ്റത്തിന്റെ ഫലങ്ങളും അവർ ഏതൊക്കെ കാര്യങ്ങളിൽ ജാഗരൂകരായിരിക്കണം എന്നുള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോകളിൽ പ്രതിപാദിക്കുന്നത്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം വീഡിയോ നമുക്ക് പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ശനിയുടെ രാശിപ്പകർച്ച മാത്രം കൊണ്ട് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ജാതകം അല്ലെങ്കിൽ ഭാവി കാര്യങ്ങൾ വിലയിരുത്തുക അസാധ്യമാണ്. മറ്റു ഗ്രഹങ്ങളുടെ എല്ലാം ചേർത്ത് വേണം അപ്രകാരം വിലയിരുത്താൻ. ഇത് ശനിയുടെ രാശിമാറ്റ ഫലം മാത്രമാണ് എന്നുള്ള അറിവോടുകൂടി ആയിരിക്കണം ഈ വീഡിയോയിലേക്ക് നമുക്ക് കടക്കേണ്ടത്. ഏതായാലും ശനിയുടെ ഈ മഹാരാശിമാറ്റം ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കൂടുതലായിട്ടും നിങ്ങളുടെ ജാതകം പരിശോധിച്ച് വിലയിരുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യം മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനി ജന്മരാശിയുടെ 12ാം രാശിയിലാണ് എത്തുന്നത്. 12ലെ ശനി എന്നാൽ 7 ശനിയാണ്. നിരന്തര ദുഃഖങ്ങളും അലച്ചിലും ബുദ്ധിമുട്ടുകളുമായിരിക്കും അതിന്റെ ഫലം. അതുകൊണ്ട് തന്നെ കേസ്, വഴക്കുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകാം. മാതൃവഴിയിലും പിതൃവഴിയിലും അരിഷ്ടതകൾ ഉണ്ടാകാം. ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും രോഗപീഠയും കൃഷി ധാന്യാദി നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാം. കൂടാതെ ശരീരപീഡയും മനക്ലേശവും സഞ്ചാര ദുരിതങ്ങളുമാണ് ഫലം. ഇത് പൊതുവായിട്ട് പറഞ്ഞിട്ടുള്ള ഫലങ്ങളാണ്. എന്നാൽ മേടക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ നമുക്കൊന്ന് വിലയിരുത്താം. മേടക്കൂറുകാർ കോപവും ധാർഷ്ട്യവും ഒഴിവാക്കിയാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഗതിവിഗതികൾക്കനുസരിച്ച് ജീവിതത്തെ മാറ്റിമറിക്കേണ്ടതായിട്ട് വരാം. ചുമതലകൾ യഥാസമയം പൂർണ്ണതയോടുകൂടി ചെയ്തു തീർക്കുക. ശരിയായി ചിന്തിച്ചതിന് ശേഷം മാത്രം ധനവിനിയോഗം നടത്തുക. വിദ്യാർത്ഥികളായിട്ടുള്ളവർ അലസത വെടിയേണ്ട സമയമാണ്. വെറുതെ സമയം കളയാതിരിക്കുക. അത് നിങ്ങളെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിമറിച്ചേക്കാം. തൊഴിൽ സ്ഥലത്ത് മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. മോശപ്പെട്ട സംസാരങ്ങളൊക്കെ പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട്. അമിത ചിന്തകളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറാനുള്ള മാർഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടതാണ്. കൂടാതെ മാനസിക സംഘർഷത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ തിരിച്ചറിഞ്ഞ് തിരുത്താനുള്ള ശ്രമങ്ങളും നടത്തുക. മേടക്കൂറുകാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കൂടാതെ ധനവിനിയോഗം കരുതലെടുക്കുക എന്നുള്ളതാണ്. മേടക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളെയും പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.